സ്തുതിക്കുക എന്ന് പറയുന്നത് സന്തോഷമുള്ള ഒരു വ്യക്തിക്ക് സാധിക്കത്തുള്ളൂ. പ്രൈസ് ഈസ് ദ റിസൾട്ട് ഓഫ് ജോയ്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു ക്രിക്കറ്റ് പ്രേമിയാണ്. നിങ്ങളൊക്കെ ഏതെങ്കിലും കായികമായ ലോകത്തിൽ പല പല കളികളിലൊക്കെ നിങ്ങൾക്ക് ആവേശം കാണും. ഇപ്പോൾ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഒരു സെഞ്ചുറിയോ ഒരു ഡബിൾ സെഞ്ചുറിയോ ഒക്കെ അടിച്ചു കഴിയുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന സകലമാന പേരും നമുക്ക് കാണാം എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കൈയടിക്കുക. ഇരുന്നു കൊണ്ടൊന്നുമല്ല, നിങ്ങൾ നോക്കണം. എഴുന്നേറ്റ് നിന്ന് കരങ്ങളും മടിയിൽ വെച്ചുകൊണ്ടല്ല, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കൊട്ടുകയാണ്, ആർത്തു വിളിക്കുകയാണ്. എന്തുകൊണ്ട്? സന്തോഷം കൊണ്ട്, അവരുടെ സന്തോഷം കൊണ്ട് ആർത്ത് വിളിച്ച് കൈയടിച്ച് കൊട്ടുക. 1,00,000 പേരിരിക്കുന്ന ഒരു സദസ്സിൽ ഇത്രയും പേര് എഴുന്നേറ്റ് സ്തുതിക്കുമ്പോൾ ആ ഒരു വ്യക്തിയെ നോക്കി സന്തോഷിച്ച് അവനെ ആർത്ത് വിളിച്ച് കൈ കൊട്ടിക്കൊണ്ടിരിക്കുമ്പം, ടെലിവിഷൻ ക്യാമറ അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ അഥവാ ഒരു വ്യക്തിയെ കാണുക, ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ എന്ത് ചിന്തിക്കും ആ വ്യക്തിയെക്കുറിച്ച്? ആ വ്യക്തി, ഈ ആള് ആ ഡബിൾ സെഞ്ചുറി അടിച്ചതിൽ ദുഃഖിതനായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി മറ്റേ സൈഡിലുള്ളയാളായിരിക്കും. നമ്മളെല്ലാവരും കൈകൊട്ടി ഘോഷിക്കുന്ന വ്യക്തിയുടെ അല്ല, അവനെതിരായിട്ടുള്ള ഒരുത്തനായിരിക്കും. അവനെ നേരത്തെ വട്ടപൂജ്യത്തിൽ ഔട്ടാക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. അവനിപ്പോ 200 വരെ ആയിട്ടും സഹിക്കത്തില്ല, സങ്കടപ്പെട്ടിരിക്കുക എന്ന് പറയുന്നത് പോലെയാണ് ദൈവജനം ഒന്നിച്ച് സ്തുതിക്കുമ്പം അതിന് നടുക്ക് ചിലര് മൗനം പാലിച്ച് ദേഷ്യപ്പെട്ട് ഇവരൊക്കെ എന്തിനാണ് ഈ സ്വരം ഉണ്ടാക്കുന്നത്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ആ വ്യക്തികൾ ആരുടെ സൈഡായിരിക്കും? ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവജനം സ്തുതിക്കാനാ പറഞ്ഞത്, ആർത്തു വിളിക്കാനാ പറഞ്ഞത്, കരഘോഷം മുഴക്കാനാ പറഞ്ഞത്, കരങ്ങൾ ഉയർത്തിക്കൊട്ടുവാനാ പറഞ്ഞിരിക്കുന്നത്, പാട്ടുപാടി സ്തുതിക്കാനാ പറഞ്ഞത്, ശബ്ദം ഉയർത്തി സ്തുതിക്കാനാ പറഞ്ഞത്, ഇടിമുഴക്കം പോലെയുള്ള ശബ്ദത്താൽ സ്തുതിക്കാനാ പറഞ്ഞത്. ഇതിനൊക്കെ ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന എന്താ? ഒരു സന്തോഷമുണ്ട്, ഒരു സന്തോഷ വാർത്തയുണ്ട്. അവർ ദൈവവചനം കേട്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ നേരത്തെയുള്ള അവസ്ഥയൊക്കെ മനസ്സിലാക്കി അവരാരാകാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കത്തക്കവണ്ണം, ദൈവങ്ങളെന്ന് തന്നെ വിളിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ജീവൻ നിശ്വസിച്ചു കൊടുത്തുകൊണ്ട്, ദൈവത്തിന്റെ അധികാരവും ശക്തിയും നിശ്വസിച്ചു കൊടുത്തുകൊണ്ട്, ദൈവത്തിന്റെ മഹത്വവും ബഹുമാനവും കൊണ്ട് കിരീടമണിയിച്ച് ദൈവങ്ങളായിട്ട് യേശുവിനെ ഇവിടെ പ്രതിദാനം ചെയ്തുകൊണ്ട് സന്തോഷത്തിന്റെയും സൗഭാഗ്യത്തിൻ്റെതായ ഒരു ജീവിതം നയിക്കേണ്ടവര് ആദത്തിലൂടെയാണ് കടന്നു വന്നത്. അതുകൊണ്ട് അവർക്ക് സന്തോഷവുമില്ല, സമാധാനവുമില്ല, ഐശ്വര്യവുമില്ല. അവർക്കെന്നും രോഗമാണ്, എന്നും പ്രശ്നങ്ങളാണ്. അതിനുവേണ്ടി അവർ അവിടെ ഇവിടെയെല്ലാം ഓടുകയാണ്. എത്രമാത്രം സമ്പത്തുണ്ടെങ്കിലും ഉറങ്ങണമെങ്കിൽ ഉറക്ക ഗുളിക കഴിക്കണം. ഇങ്ങനെയൊക്കെ യാതൊരു പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിലേക്ക് വചനം കേൾക്കുമ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് മോചനം തരുവാനായിട്ട് പിതാവായ ദൈവപിതാവ് രക്ഷകനെ അയച്ചു. കാൽവരി മലയില് ആ കുരിശു മരണത്തിലൂടെ പിശാചിന്റെ മേലും പാപത്തിന്റെ മേലും ശാപത്തിന്റെ മേലും രോഗത്തിന്റെ മേലും ഒക്കെ വിജയം വരിച്ച യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ട് തന്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കി, ഇന്ന് വരെ ജീവിച്ചതൊക്കെ തെറ്റിപ്പോയി കർത്താവേ, കാര്യം ഞാൻ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ നന്മകളൊക്കെ നിന്നെ മാറ്റി നിർത്തിയിട്ടാണ്, അത് തന്നെ ഒരു തെറ്റാണ്. അതുകൊണ്ട് ഞാൻ യേശുവിനെയാണ് നാഥനും കർത്താവും രക്ഷകനുമായിട്ട് സ്വീകരിക്കുന്നത്. ഇന്നു മുതൽ ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. യേശു എനിക്ക് ചെയ്ത വലിയ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. അങ്ങനെ യേശുക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആകുലതകളും ഭയങ്ങളും ഭീതികളും രോഗങ്ങളും എല്ലാം മാറി സൗഭാഗ്യങ്ങളെല്ലാം കടന്നു വരുമ്പോൾ
നമ്മുടെ കുടുംബജീവിതമൊക്കെ മെച്ചപ്പെടുമ്പം നമുക്കറിയാം ഇത് നമ്മുടെ ആരുടെയും മിടുക്കല്ല. നമ്മൾ എവിടെയെങ്കിലും പോയി സൈക്കോളജിക്കൽ കൗൺസിലിംഗ് നടത്തിയോണ്ടോ ഏതെങ്കിലും മന്ദിരങ്ങളിലും ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ടും നേർച്ച തന്നിട്ട് സംഭവിച്ചതല്ല. ഇതെനിക്ക് യേശു ദാനമായിട്ട് നൽകിയതാണ്. ഇതിന്റെ എല്ലാം കാരണം യേശുവാണ്. കാരണം യേശു ക്രിസ്തു ആ കുരിശിന്മേൽ ഒരു വിജയം പ്രാപിച്ചു. ആ കുരിശു മരണത്തിലൂടെ പിശാചിനെ പരാജയപ്പെടുത്തി എന്ന് ഞാൻ അനുഭവിച്ചറിയുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടു കൂടി ഞാൻ എഴുന്നേറ്റ് നിന്ന് എൻ്റെ കരങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് യേശുവേ സ്തോത്രം ഹല്ലേലൂയ എന്നും പറഞ്ഞ് കൊട്ടി ഘോഷിക്കാതെ ഇരിക്കാൻ പറ്റുമോ? അത് പറ്റാത്ത വ്യക്തികൾ അവിടെ നിന്നുകൊണ്ട് വിമർശിക്കും. ഇതാണ് വ്യത്യാസം. യു കനോട്ട് പ്രൈസ് അൺലെസ് ദർ ഇസ് ജോയ്. ആ ജോയ്, ആ സന്തോഷം ഒരു മനുഷ്യനും തരാൻ പറ്റത്തില്ല. അത് മദ്യം കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല, ഒരു സിനിമ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല, നമുക്കിഷ്ടമുള്ള കളി കാണുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല. നമ്മൾ കണ്ടുപിടിച്ച മാർഗങ്ങളോടെ ആ സന്തോഷമൊക്കെ ഏതാനും മണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ്. ഇത് നിത്യമായ സന്തോഷമാണ്. ആ സന്തോഷം സാഹചര്യങ്ങളെ ആസ്പദമാക്കിയല്ല. ദ ജോയ് ഓഫ് ദ ലോർഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ സർക്കംസ്റ്റൻസസ്. മുന്തിരിവള്ളി പൂത്താലും പൂത്തില്ലെങ്കിലും, എൻ്റെ സമ്പത്തൊക്കെ നശിച്ചാലും വർദ്ധിച്ചാലും, എൻ്റെ സാഹചര്യം എന്തുമായിക്കോട്ടെ, ഈ സാഹചര്യങ്ങളല്ല എന്നെ നിയന്ത്രിക്കുന്നത്. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് എ ഗിഫ്റ്റ്. അത് ഞാൻ രക്ഷിക്കപ്പെട്ട അനുഭവമാണ്, സന്തോഷം. അതുകൊണ്ടാണ് ആട്ടിടയന്മാർക്ക് സ്വർഗത്തിലെ ദൂതന്മാർ വന്നിട്ട് പറഞ്ഞു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ വാർത്ത. We bring you good news of a great joy for all the people. The great joy. വലിയ സന്തോഷം. സ്വർഗത്തിൽ നിന്നുള്ള അനൗൺസ്മെന്റ് ആയിരുന്നു. ആ സന്തോഷം എന്താ? യേശു വരുന്നു, യേശുവിലൂടെ രക്ഷ വരുന്നു. ആ രക്ഷ അനുഭവിക്കുമ്പോൾ ആ വലിയ സന്തോഷം ഉണ്ടോ? അങ്ങനെയുള്ളവർക്ക് സ്തുതിക്കാൻ പറ്റുന്നു. സ്തുതിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രക്ഷപ്പെടാത്തതിൻ്റെ അവസ്ഥയാണ്. രക്ഷപ്പെട്ടവർ, അവരുടെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട്. മറ്റേത് വല്ല അച്ചടിച്ച പുസ്തകമൊക്കെ നോക്കി ഇങ്ങനെ ഉറക്കം തൂങ്ങിയൊക്കെ വായിക്കുക. മനുഷ്യന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് എപ്പോൾ ഇരിക്കണം, എപ്പോൾ നിൽക്കണം, എപ്പോൾ കുമ്പിടണം ഒക്കെ മനുഷ്യൻ ഇങ്ങനെ നിയന്ത്രിക്കുക നമ്മളെ, നിയമങ്ങൾ വെച്ച്. ഇവിടെ കർത്താവിന്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമാണ്. വി ആർ ഫ്രീ പീപ്പിൾ. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇറ്റ് ഈസ് ഫ്രീഡം, ഇറ്റ് ഈസ് എ ജോയ്. അതാണ് ആ കുന്തിരിക്കം. പഴയ നിയമത്തിൽ കണ്ട പ്രധാന പുരോഹിതൻ ചെല്ലുമ്പോൾ രക്തവും കുന്തിരിക്കവുമായിട്ട് ചെല്ലണമെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ആ കുന്തിരിക്കം, ഇറ്റ് റിപ്രസെന്റ്സ് ദ പ്രൈസസ് ഓഫ് ദ പീപ്പിൾ. ഈ സ്തുതിപ്പ് എങ്ങനെയാ പോയെന്നറിയാമോ? അതിനൊരു കഥയുണ്ട്, വചനത്തിലുണ്ട്. സ്വർഗത്തിൽ അനേകം മാലാഖമാരുണ്ടായിരുന്നു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ. ആ മാലാഖമാരെയൊക്കെ നിയന്ത്രിക്കാൻ അനേകം പ്രധാന മാലാഖമാരുണ്ടായിരുന്നു. ഗബ്രിയേലും മൈക്കിളും ഒക്കെ നമുക്കറിയാം, അനേകം പേര്. അതിലൊരു മാലാഖയായിരുന്നു, ഒരു പ്രധാന മാലാഖയായിരുന്നു ലൂസിഫർ മാലാഖ. അവനെക്കുറിച്ച് യേശയ്യ 14 വായിച്ചാൽ കാണാം. അവിടെ പറയുന്നു, ഈ ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ പറയുന്നു, ഹൗ ഹാവ് യു ഫോളൻ ഓ ലൂസിഫർ. നീ ലൂസിഫർ ആയത് മാലാഖയോട് ചോദിക്കുക, നീ എങ്ങനെ സ്വർഗത്തിൽ നിന്ന് താഴെ ഇറങ്ങിപ്പോയി? ഇറങ്ങാൻ കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. ദൈവത്തോട് മല്ലടിച്ചു, ദൈവവചനത്തോട് അവൻ വിധേയപ്പെട്ടില്ല, ദൈവത്തോട് വിധേയപ്പെട്ടില്ല. അവന് ദൈവമായിരുന്നു, ദൈവമാകണമായിരുന്നു. അതുകൊണ്ട് അവനെ ദൈവം സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിച്ചു. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ ദൈവം സ്വർഗത്തിൽ വെച്ച് അവന് കൊടുത്ത ഒരു വരമുണ്ടായിരുന്നു. അതാണ് എസീക്കിയൽ പ്രവാചകന്റെ പുസ്തകത്തിലും യേശയ്യയുടെ പുസ്തകത്തിലൊക്കെ നിങ്ങൾ വായിച്ചാൽ കാണാം. അവന് കൊടുത്തൊരു വരം സംഗീതത്തിന്റെ വരമാണ്, ദ ഗിഫ്റ്റ് ഓഫ് മ്യൂസിക്. അവന് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യായിരുന്നു, അവന് ഈണം പകരായിരുന്നു. അതിനുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം അവന് കൊടുത്തിട്ടുണ്ട്. ഹി വാസ് ആക്ച്വലി ദ കൊയർ മാസ്റ്റർ ഇൻ ഹെവൻ.
സ്വർഗത്തിലെ എല്ലാ മാലാഖമാരോടും ചേർന്ന് ദൈവത്തെ നിരന്തരം സ്തുതിക്കുവാൻ സ്തുതിപ്പിന്റെ വരം കൊടുത്തവനാണ് ദൈവം. അവനാണ് മല്ലടിച്ചിട്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എറിയപ്പെട്ടത്. അങ്ങനെ അവൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവൻ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവന് ദൈവം കൊടുത്ത അതേ ആയുധം ഉപയോഗിച്ചുകൊണ്ട്, സ്തുതിപ്പിന്റെ ആയുധം ഉപയോഗിച്ചുകൊണ്ട്, അവൻ ആ സ്തുതിപ്പിന്റെ ആയുധം എടുത്തുകൊണ്ട് ഇന്ന് മനുഷ്യകുലത്തെ അവനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് അവൻ തന്നെ എഴുതുന്ന ലിറിക്സും അവൻ തന്നെ ഈണം പകരുന്നതും അനുസരിച്ച് ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുവാൻ മ്യൂസിക്കിലൂടെ തിന്മ ചെയ്യിക്കത്തക്കവണ്ണം അനേകം സംഗീതത്തിലൂടെ മനുഷ്യന്റെ വികാരങ്ങളെ ഉണർത്തി അവനെ ആക്രമാസക്തിക്ക് കൊണ്ടുപോകുന്നുണ്ട്. ചില ഇംഗ്ലീഷ് മ്യൂസിക്കിൽ കേട്ടാൽ അറിയാം. ചിലപ്പോൾ സെക്സ്വലായിട്ടുള്ള പാപം ചെയ്യത്തക്കവണ്ണമുള്ള മ്യൂസിക് അവൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ദൈവത്തിനെതിരെയാണ് അവൻ പ്രവർത്തിക്കുക. ആ സ്തുതിപ്പിന്റെ വരം അവന്റെ കയ്യിലാണ്. അവൻ മനുഷ്യനെ കൊണ്ട് ഈ മ്യൂസിക്കിലൂടെ അവനെ ആരാധിക്കുകയാണ്. അങ്ങനെയുള്ളവൻ മനുഷ്യനെ കൊണ്ട് ഒരിക്കലും ദൈവത്തെ സ്തുതിക്കാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് അവൻ തന്ത്രപൂർവം മനുഷ്യനെ യേശുക്രിസ്തുവിനെ സ്തുതിക്കിൽ നിന്നും അകറ്റിയിട്ട് മാനുഷികമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളിലേക്കും തള്ളിവിട്ടിരിക്കുക. ക്രിസ്ത്യാനികൾക്ക് പലർക്കും, ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള നല്ല ശതമാനം ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നവർക്ക് വചനം അറിയത്തില്ലെങ്കിലും ഈ സാത്താന് വചനം നല്ലതുപോലെ അറിയാം. അവൻ വേണ്ട സമയത്ത് ചില വചനങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. അതിലൊരു വചനമാണ്, നിങ്ങൾ സ്തുതിപ്പിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇപ്പോൾ തന്നെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരിലേക്ക് ആ ചിന്ത വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു. അതൊരു വചനം അവൻ പറയും, ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. പിശാച് ഇപ്പൊ ചിന്തിപ്പിക്കുന്നുണ്ട്. കാരണം അവന് വചനം മുഴുവൻ അറിയാം. യേശുക്രിസ്തുവിനെ പ്രലോഭിപ്പിച്ചപ്പോൾ 3 പ്രാവശ്യം പ്രലോഭനം കൊടുത്തപ്പോൾ യേശു പറഞ്ഞത് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ പിശാചും യേശുവിനോട് പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നീ അവിടുന്ന് താഴേക്ക് ചാടിയാൽ നിന്റെ കാല് കല്ലിന്മേ തട്ടാതെ മാലാഖമാർ നിന്നെ വഹിച്ചുകൊള്ളുമെന്ന് 91-ാം സങ്കീർത്തനം എടുത്ത് പിശാച് യേശുവിനോട് സംസാരിച്ചവന് വചനം മുഴുവൻ അറിയാം. അവന് യേശു ആരാണെന്നറിയാം, യേശു ദൈവപുത്രനാണെന്നും അറിയാം, ദൈവത്തെ സ്തുതിക്കണമെന്ന് ഇവിടെ ഉണ്ടെന്നും അവനറിയാം. അതുകൊണ്ട് അവൻ അതിൻ്റെ ഒന്നും വചനം കാണിക്കത്തില്ല. ഇപ്പോൾ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ, നീ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നിന്റെ വാതിലുകളും ജനലുകളും ഒക്കെ അടച്ചിട്ട് അവിടെ നിശബ്ദമായിട്ട് ദൈവത്തോട് സംസാരിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എഴുതിയിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ അതേക്കുറിച്ചൊക്കെ ഞാൻ ഒരു വലിയ നീണ്ട പ്രഭാഷണം കുറച്ച് നാൾ മുമ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ CD ഒക്കെ ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറുകളായിട്ട് ബന്ധപ്പെട്ടാൽ കാണാവുന്നതാണ്. എനിക്കിപ്പോൾ ഇതൊക്കെ പറയുവാൻ നേരമില്ല. ഇതൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന കാര്യമാണല്ലോ നേരത്തെ ഞാൻ ആ പടത്തിൽ കാണിച്ചത്. ആ അതിപരിശുദ്ധമായ സ്ഥലത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ രക്തത്താൽ തളിക്കപ്പെടണം. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവനും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടാത്തവനും അവിടെ കടന്നു ചെല്ലാൻ പറ്റത്തില്ല. രണ്ടാമത് രക്തത്താൽ കടന്നു ചെന്നാൽ പോരാ, കുന്തിരിക്കം കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ആ കുന്തിരിക്കം കൊണ്ട് ചെല്ലുന്നതാണ് ദൈവസ്തുതി എന്ന് ഞാൻ കാണിച്ചു. സങ്കീർത്തനം 104 പറയുന്നുണ്ട്, നിങ്ങൾ സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുക, സ്തുതികൾ ആലപിച്ചുകൊണ്ട് കടന്നു ചെല്ലുക. അപ്പോൾ സ്തുതികൾ ആലപിച്ചുകൊണ്ട് വേണം കടന്നു ചെല്ലുവാനായിട്ട്. അല്ലാതെ കടന്നു ചെന്നാൽ ഉടനെ കണ്ണു അടച്ച് മൗനം പാലിച്ചാല് ദൈവസന്നിധി പ്രവേശിച്ചിട്ടില്ല. ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുവാനുള്ള മാർഗം യേശുവിന്റെ രക്തത്താൽ തെളിക്കപ്പെടണം. വിശുദ്ധരുടെ പ്രാർത്ഥനയാകുന്ന കുന്തിരിക്കം സൂചിപ്പിക്കുന്ന ദൈവസ്തുതികൾ ആലപിച്ചുകൊണ്ട്, ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ വിശുദ്ധരുടെ ദൈവജനത്തിന്റെ സ്തുതികളിൽ വസിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ മധ്യത്തിൽ വന്നിരിക്കും. നിങ്ങൾ ആദ്യം സ്തുതിക്കണം. സ്തുതിച്ച് നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ നിശബ്ദതയ്ക്ക് അർത്ഥമുണ്ട്.
കാരണം നിശബ്ദമായെങ്കിലേ ഇങ്ങോട്ട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിശബ്ദത വളരെ പ്രാധാന്യമാണ്. പക്ഷെ ആ നിശബ്ദതയ്ക്ക് മുമ്പൊരു ബഹളം വെക്കണം. നിന്റെ വാ തുറന്ന് സ്തുതിക്കണം. ആ സത്യം പിശാച് തന്ത്രപൂർവം മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് അവര് വലിയ വലിയ ആത്മീയമായ അധികാരമുണ്ടെന്ന് പറയുന്നവരിലെ കൂടി പറയിക്കും, ശബ്ദം വെക്കരുത്, ശബ്ദം വെക്കരുത്, കരങ്ങൾ ഉയർത്തരുത്, കരങ്ങൾ കൊട്ടരുതെന്നൊക്കെ പറയുന്നതിന്റെ കാര്യം ഇത് വചനത്തിനെതിരെ പിശാച് പറയിപ്പിക്കുന്നതാ. ഇതാ യേശുക്രിസ്തു തന്നെ ഒരു ദേവാലയത്തിൽ ചെന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചപ്പോൾ അവിടെ നിന്ന് ജനങ്ങളെല്ലാം കൊട്ടി ഘോഷിച്ച് സ്തുതിച്ചപ്പോൾ അന്നത്തെ പ്രധാന പുരോഹിതന്മാർ പറഞ്ഞു യേശുവിനോട്, ഇവരോട് നിശബ്ദമായിരിക്കാൻ പറയുക, നിനക്ക് കേൾക്കത്തില്ലേ ഈ ബഹളം? അപ്പോൾ യേശു കോട്ട് ചെയ്തത് സങ്കീർത്തനത്തിൽ നിന്നാണ്. നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? നിങ്ങളുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ, ശിശുക്കളുടെ അധരങ്ങളിൽ നിന്നും അവിടുന്ന് സ്തുതിയൊരുക്കി. ആ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, ഔട്ട് ഓഫ് ദ മൗത്ത് ഓഫ് babes and infants thou hast brought out a bulwark to still the enemy and the avenger. എന്ന് പറഞ്ഞാൽ ശത്രുവാകുന്ന പിശാചിനെ നിശബ്ദമാക്കുവാൻ വേണ്ടിയിട്ട് ദൈവം ഒരു ആയുധമാകുന്ന ബുൾവാർക്ക് എന്ന് വിളിക്കുന്ന ഒരു ആയുധം തന്റെ ജനത്തിന് കൊടുത്തിട്ടുണ്ട്. യേശു ആ ഭാഗം എടുത്ത് മത്തായിയുടെ സുവിശേഷത്തില് ഇവരെ ഓർമ്മിപ്പിക്കുമ്പോൾ ആ ബുൾവാർക്ക് എന്ന സ്ഥാനത്ത്, ഇംഗ്ലീഷ് ബൈബിളിലെ ഉള്ള വാക്ക്, ആ ബുൾവാർക്ക് എന്ന സ്ഥലത്ത് യേശു ഉപയോഗിച്ചത്, ഹാവ് യു നോട്ട് റെഡ് ഔട്ട് ഓഫ് ദ മൗത്ത് ഓഫ് ഇൻഫന്റ്സ് ആൻഡ് ബേബ്സ് thou hast brought out ബുൾവാർക്ക് എന്നല്ല യേശു പറഞ്ഞത്. ആ സ്ഥാനത്ത് ഈ സെഡ് പെർഫെക്റ്റ് പ്രൈസ്, പൂർണ്ണമായ സ്തുതി ഒരുക്കിയിരിക്കുന്നു. പൂർണ്ണമായ സ്തുതി, പെർഫെക്റ്റ് പ്രൈസ്. എന്തിന്? ഈ പിശാചിനെ നിശബ്ദമാക്കാൻ വേണ്ടിയിട്ട്, അവരവിടുന്ന് ഓടിപ്പോകാനായിട്ട്. സ്തുതിക്കുമ്പോൾ പിശാച് ഓടും, അത് അവനറിയാം. അതുകൊണ്ട് നിന്നെ കൊണ്ട് സ്തുതിപ്പിക്കത്തില്ല. നിന്നോട് പറയും, പ്രാർത്ഥിക്കുമ്പോൾ മൗനമായിട്ടിരിക്കാൻ പറയും. ജെറീക്കോ നഗരത്തിലേക്ക് ജോഷുവ ചെന്നപ്പം വലിയ മതിൽക്കെട്ട് താന്നുപോയ കാര്യം എങ്ങനെയാ? ദൈവം പറഞ്ഞു, കുന്തവും വാളും എടുക്കാനല്ല പറഞ്ഞത്, നീ അതിന് ചുറ്റും 7 പ്രാവശ്യം, ആദ്യം 7 ദിവസം നടക്കുക, 7ാമത്തെ ദിവസം 7 പ്രാവശ്യം നടക്കുക സ്തുതിച്ചുകൊണ്ട്. അവസാനം നീ ഒരു വലിയ ഷൗട്ട് കൊടുക്കുക, ഷൗട്ട് ടു ദ ലോർഡ്, സ്തുതിപ്പ്. ജെറീക്കോ മതില് നേരെ താഴേക്ക് സിങ്ക് ചെയ്തു. നിങ്ങളുടെ ചുറ്റുമുള്ള മതിൽക്കെട്ടുകൾ, പാപത്തിൻ്റെതായ കെട്ടുകൾ, ശാപത്തിൻ്റെതായ കെട്ടുകൾ, കുടുംബത്തിലെ അലോഹ്യങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, 100 പ്രശ്നങ്ങളാണ് ഈ മതിലുകളൊക്കെ തകരുന്നത് ഈ സ്തുതിപ്പുകൊണ്ട്. മറ്റൊരവസരത്തില് ഇതുപോലെ ഈ ഫരിസേയന്മാരും പുരോഹിതന്മാരും യേശുവിനോട് പറഞ്ഞു, ഈ ജനത്തോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇവർ മൗനം പാലിച്ചാൽ, ഇവർ മൗനം ഭജിച്ചാൽ സത്യമായി ഞാൻ പറയുന്നു, ഈ കല്ലുകൾ എന്നെ സ്തുതിക്കും. ഈ കല്ലുകൾ, these stones will praise me. പ്രിയപ്പെട്ട, ഇതൊക്കെ വലിയ സത്യമാണ്. സ്തുതിപ്പിന്റെ ശക്തി. നിങ്ങൾ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ രോഗം മാറും, നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയും. അപ്പൊ ഈ സ്തുതിപ്പിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തിയിരിക്കുക. ഇതൊക്കെ പിശാചിന്റെ ചെയ്തികളിൽ പെടുന്നതാ. മനുഷ്യരാശി ഇതൊന്നും അറിയുന്നില്ല. നമ്മളുടെ വിചാരം, നമ്മളെ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ പോയി അവിടെ കൈയും കെട്ടി നിൽക്കുക, അവിടെ ആരാണ്ടൊക്കെ നമുക്ക് വേണ്ടി ആരാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്, അവർ ചെയ്തോളും, അതൊക്കെ അവരുടെ പരിപാടിയാണ്. നമുക്ക് നമ്മുടെ കൃഷിയും ബിസിനസ്സും ഒക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കി. ഇതല്ല, എവറിത്തിങ് ദാറ്റ് യു ബിലീവ് ഈസ് ഡയറക്ട്ലി അഗെയിൻസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ഞാനും നിങ്ങളും ഒക്കെ കേട്ടതും പഠിച്ചതും പഠിപ്പിച്ചതും അനുഭവിക്കുന്നതും എല്ലാം ഈ സത്യവചനത്തിനെതിരാ. എന്നാൽ സത്യത്തിന്റെ വചനം കേൾക്കാൻ നമുക്ക് സന്മനസ് ഇല്ല. കേട്ടാൽ നമുക്ക് ദേഷ്യമാണ്. വൈ? You got to admit that you are under the power of a evil influence. അതിൽ നമുക്ക് മോചനം പ്രാപിച്ചെങ്കിലേ രക്ഷയുള്ളൂ പ്രിയപ്പെട്ടവരെ. ആ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളോട് സംസാരിക്കുന്ന ആ ദൈവത്തിന്റെ സ്വരം നിങ്ങൾ അവഗണിക്കരുതേ. കഠിന ഹൃദയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. If you hear his voice today, do not harden your heart.
നമ്മൾ കണ്ടു, ഫേറോയോട് ദൈവം സംസാരിച്ചു. ഓരോ പ്രാവശ്യവും ഫേറോ അവന്റെ ഹൃദയം കഠിനമാക്കിയപ്പോൾ അവസാനം ദൈവം തന്നെ ഫേറോയുടെ ഹൃദയം കഠിനമാക്കി. നമ്മളോടും കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് 54 55 എപ്പിസോഡ് ആകാൻ പോവുകയാണ്. ഇത്രയും നാളും സംസാരിച്ചിട്ട് നമ്മൾ കഠിനമാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അപകടമാണ്. ദൈവം നമ്മുടെ ഹൃദയം കഠിനമാക്കിയാൽ തീർന്നു. ഇഫ് ഗോഡ് ഹാർഡൻസ് യുവർ ഹാർട്ട്, അത് സംഭവിക്കാതിരിക്കട്ടെ. ഐ ഹോപ്പ്, ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ ഏകാന്തതയിൽ, ആരും കാണുന്നില്ല, നിങ്ങളുടെ ഭവനത്തിൽ ഏതെങ്കിലും ഒരു മുറിയിൽ നിങ്ങളുടെ ഏകാന്തതയിൽ ഇരുന്ന് കർത്താവെ ഒന്ന് വിളിക്കുക. ലോർഡ്, ഐ എം സോറി, എനിക്ക് തെറ്റ് പറ്റിപ്പോയി കർത്താവെ. ഒന്ന് എളിമപ്പെട് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ സൃഷ്ടാവിന് മുമ്പിലല്ലേ, നിങ്ങളുടെ രക്ഷിതാവിന് മുമ്പിലല്ലേ, വേറെ ആരും മുമ്പിലല്ലോ. ബി അലോൺ വിത്ത് ദ ലോർഡ് ആൻഡ് ക്രൈ ഔട്ട് ടു ഹിം, ആസ്ക് ഹിം ഫോർ മേഴ്സി. കർത്താവെ, എൻ്റെ കണ്ണ് തുറന്നു തരണമേ, എനിക്കൊരു മോചനം തരണമേ, ഞാൻ ബന്ധനസ്ഥനാണ് എന്ന് നിങ്ങളിന്ന് വിളിച്ചപേക്ഷിക്കാമെങ്കിൽ കർത്താവ് ആ നിമിഷം കടന്നു വരും. അല്പസമയം ഞങ്ങളുടെ കൂടെ സ്തുതിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവര്, ഈ ടെലിവിഷനിലൂടെ അത് സാധിക്കത്തില്ല. ഞങ്ങളുടെ ഈ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് OM ബുക്സിൽ മേടിക്കാൻ സാധിക്കും. അവിടെ ഈ സ്തുതിപ്പിനെ കുറിച്ചുള്ള ഇപ്പം ഞാൻ പറഞ്ഞ ഈ വിഷയത്തിൻ്റെ അവസാനം അല്പസമയം ഞങ്ങൾ സ്തുതിക്കുന്ന ആ രംഗങ്ങളുണ്ട്. നിങ്ങൾക്ക് അത് മേടിച്ച് ഒന്ന് സ്തുതിക്കാൻ പഠിക്കുക. ഞങ്ങളുടെ കൂടെ ചേർന്ന് ഒന്ന് കർത്താവിനെ സ്തുതിക്കുക നിങ്ങളുടെ വീട്ടിലിരുന്ന്, ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. നല്ലവനായ കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സ്റ്റോറി തുടരുകയാണ്. അടുത്ത ദിവസം ഞാൻ നിങ്ങളെ വീണ്ടും കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെ കർത്താവിൻ്റെ സമർത്ഥമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന് മേലും കടന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.